നമുക്കിന്ന് ദേശാഭിമാനിയിലെ കുറച്ച് വിശേഷങ്ങൾ. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ വാർത്തയും പടങ്ങളൊക്കെയാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. കേരളത്തിൽ 10,000 അറസ്റ്റ് വരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതില് നമ്മുടെ കാരണഭൂതം നമ്മുടെ രാജേഷിന്റെ, അറിയാലോ, രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ടു പോയ രാജേഷിന്റെ 2 മക്കളെ പിണറായി വിജയൻ തൊട്ട് തലോടുന്ന ഒരു പടം കൊടുത്തിട്ടുണ്ടേ. കരുതലോടെ സ്നേഹത്തോടെ എന്നാണ്. പിണറായി വിജയന്റെ സ്നേഹം, പിണറായി വിജയന്റെ ആർദ്രത, മനുഷ്യരോടുള്ള പിണറായി വിജയന്റെ സ്നേഹം, ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പടത്തിൽ നിന്ന് കാര്യമില്ല. പിണറായി വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കരുണയുടെ, സ്നേഹത്തിന്റെ, ശാന്തിയുടെ, മാനവികതയുടെ ഒക്കെ, നിഷ്കളങ്കതയുടെ ഒക്കെ പ്രതിരൂപമാണ് കേട്ടോ. അതൊന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു ചിത്രമാണിത്. രാജേഷിന്റെ ഭാര്യ ഷാഫിയയെയും മക്കളായ ആർഷനെയും അഭിഷേകിനെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശ്വസിപ്പിക്കുന്നു. ഏതായാലും ഈ പടം സൂക്ഷിച്ചു വെക്കണം. നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2031 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അപ്പോഴും പിണറായി വിജയൻ തന്നെയായിരിക്കും CPM-ന്റെ നേതാവ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അടുത്ത മാസം ഈ വിപുലീകൃതമായ ഒരു സംസ്ഥാന സമിതി ചേരാൻ പോകുന്നുണ്ട്. അതില് പാർട്ടി തെറ്റ് തിരുത്താൻ പോവുകയാണ്. തെറ്റ് പറ്റിയ ഏകാള് പിണറായി വിജയൻ ആണ് എന്നാണ് ഈ 14 ജില്ലാ കമ്മിറ്റികളും. ഏകാളല്ല കേട്ടോ, ഏകാളല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ആള്. ഏകാൾ എന്ന് പറയുന്നത് തെറ്റാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ലജ്ജാകരമായ ഒരു തോൽവി ഏറ്റുവാങ്ങാൻ ഇടയാക്കിയത് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ശരീരഭാഷയും, പിണറായി വിജയന്റെ സംസാരവും, പിണറായി വിജയന്റെ ചീത്തവിളിയും, പിണറായി വിജയന്റെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ അമ്മാതിരിയുള്ള എല്ലാ അലമ്പ് പരിപാടികളുമായിരുന്നു പിണറായി വിജയൻ ഈ CPM-നെ ഏറ്റവും വലിയ പതനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നൊക്കെയാണ്. നമ്മളൊന്നും പറഞ്ഞല്ല. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? സഖാക്കന്മാര് തന്നെയാ പറഞ്ഞത്. ബ്രാഞ്ച് തലത്തിലെയും ലോക്കൽ തലത്തിലെയും ഏരിയ തലത്തിലെയും, അത് കഴിഞ്ഞിട്ട് 14 ജില്ലാ കമ്മിറ്റികളും പറഞ്ഞു കാരണഭൂതനാണ് കാരണഭൂതൻ മാത്രമല്ല, കാരണഭൂതത്തിന്റെ പെട്ടിതൂക്കികളും അപ്പം ഗോവിന്ദനും ഒക്കെയാണ് കാരണം എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒരു തുടർച്ച എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ഇപ്പം അടുത്ത മാസം നടക്കാനിരിക്കുന്ന വിശാല സംസ്ഥാന സമിതിയിൽ. പക്ഷേ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ചില സൂചനകൾ കഴിഞ്ഞ ദിവസം നമുക്ക് പ്രത്യക്ഷപ്പെട്ടു, അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിൽ KK രാഗേഷ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 പെട്ടിതൂക്കി, പിണറായി വിജയന്റെ നമ്പർ 1 പെട്ടിതൂക്കിയായ, അതല്ലാതെ ഒരു യോഗ്യതയും KK രാഗേഷിന് ഇല്ല എന്ന് സഖാക്കൾക്ക് പോലെ അറിയാം. കണ്ണൂർ ജില്ലയിലെ സഖാക്കളൊക്കെ ആവശ്യപ്പെടുകയാണ് ഇമ്മാതിരി പെട്ടിതൂക്കിനെ, ഇമ്മാതിരി ഒരു പോങ്ങനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടോ ഈ പോങ്ങൻ തന്നെ ഞങ്ങൾക്ക് മതി. കാരണം ഇമ്മാതിരി പോങ്ങന്മാരാണ് CPM-ന്റെ ഐശ്വര്യം എന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും കാരണഭൂതം ഒക്കെ പറയുന്നത്. ആ KK രാഗേഷാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനെ നമ്മുടെ PB-യുടെ, കേന്ദ്ര കമ്മിറ്റിയുടെ ഒക്കെ അവലോകനങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ട്. എന്താ കേന്ദ്ര കമ്മിറ്റി എന്താ പറഞ്ഞത്? കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു ഈ തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ സ്ഥാനാർത്ഥി നിർണയം തെറ്റിപ്പോയി എന്ന് ആരാണ്? അവലോകന റിപ്പോർട്ടിൽ കേന്ദ്ര കമ്മിറ്റി പറയാണ് കേട്ടോ. എന്നിട്ട് ആ അവലോകന റിപ്പോർട്ട് CPM-ന്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പോഴാണ് KK രാഗേഷ് കഴിഞ്ഞ ദിവസം മൈക്ക് കെട്ടി പ്രസംഗിക്കുകയാണ്. അതായത് അവിടെ TI മധുസൂദനൻ, എവിടെയാണ്? പയ്യന്നൂര് TI മധുസൂദനനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഇതാരാ പറയുന്നത്? ഒരു ജില്ലാ സെക്രട്ടറി പറയാണ്. ആരെയാണ് നിഷേധിക്കുന്നത്? കേന്ദ്ര കമ്മിറ്റിയെ. കേന്ദ്ര കമ്മിറ്റി പറയുന്ന അവലോകന റിപ്പോർട്ട് തെറ്റാണ്, അവിടെ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് KK രാഗേഷ് കഴിഞ്ഞ ദിവസം മൈക്ക് കെട്ടി പ്രസംഗിച്ചു. KK രാഗേഷ് അങ്ങനെ മൈക്ക് കെട്ടി പ്രസംഗിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നിൽ കാരണഭൂതമാണെന്ന്. അപ്പൊ കാരണഭൂതം ഇപ്പം തന്നെ വെട്ടിപ്പൊട്ടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സംസ്ഥാന സമിതിയിൽ ഒരു ചുക്കും ഒരു പുണ്ണാക്കും സംഭവിക്കില്ല. കേന്ദ്ര കമ്മിറ്റി പറഞ്ഞോട്ടെ. എന്ത് കേന്ദ്ര കമ്മിറ്റി, എന്ത് PB? ഇന്ത്യ മഹാരാജ്യത്ത് പിണറായി മഹാരാജാവാണ് എല്ലാറ്റിന്റെയും, എന്താ പറയാ, എല്ലാറ്റിന്റെയും കാരണഭൂതം.
കാരണഭൂതം പറഞ്ഞാൽ അതിന്റെ അങ്ങേപ്പുറമൊന്നുമില്ല. സംസ്ഥാന സമിതിയൊക്കെ അന്ന് കുറെ എന്തൊക്കെയൊക്കെ ചപ്പടാച്ചികളൊക്കെ അന്ന് കാട്ടിക്കൂട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു മഹാസമ്മേളനവും എന്താ പറയാ ഒരു ഗംഭീര റൂട്ട് മാർച്ചും ഒക്കെ നടക്കും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. തെറ്റ് പറ്റിയതൊക്കെ ആർക്കാണ്? തെറ്റ് പറ്റിയതൊക്കെ ജനങ്ങൾക്കാണ്. ജനങ്ങൾക്ക് തെറ്റുപറ്റി, അവർ ജനം തിരുത്തും. അടുത്ത 2031 ജനം തിരുത്തും. ജനം കാരണഭൂതത്തിനെ വീണ്ടും കൊണ്ടുവരും. അങ്ങനെ 2031 തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ ഫോട്ടോ ഒക്കെ ഉപകാരപ്രദമാണ്. കാരണം അന്ന് പ്രതിപക്ഷങ്ങളൊക്കെ പറയും കാരണഭൂതം എന്ന് പറയുന്നത് വളരെ വളരെ രൂക്ഷമായി പെരുമാറുന്ന ആളാണ്, മാറിയൊക്കെ കടക്കോറത്ത് അല്ലെ. ഒരു പാവം സഖാത്തി ഒരു സെൽഫി എടുക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ മാറിയുക എന്ന് കണ്ണുരുട്ടി പറഞ്ഞ കാരണഭൂതം, സഖാവേ ഒരു ചോദ്യമുണ്ട് സഖാവേ, വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറഞ്ഞ കാരണഭൂതം ഒന്നും അല്ല ശരി. കാരണഭൂതം ഇതാ 2026 ആഗസ്റ്റ് മാസം 11-ാം തീയതി ദേശാഭിമാനിന്റെ 1-ാം പേജിൽ കാരണഭൂതത്തിന്റെ ആ മാനവികത, കാരണഭൂതത്തിന്റെ സ്നേഹം, കാരണഭൂതം ഇതാ ആ 2 പിഞ്ചു മക്കളെ മാറോട് ചേർക്കുന്നു. എന്നിട്ട് പറയുന്നു മക്കളെ നിങ്ങൾക്ക് ഞാനുണ്ട്, മക്കളെ നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന എന്ത് തമാശയല്ലേ. കരുതലോടെ സ്നേഹത്തോടെ ചേർന്നിരുന്ന് കരുതലും സ്നേഹവും ആശ്വാസവും പകർന്നതിൽ അവർ രക്ഷിതാവിനെ കണ്ടു. ആ 2 പിഞ്ചു മക്കള് അവരുടെ രക്ഷിതാവിനെ കാണുകയാണ് കാരണഭൂതത്തിൽ. സാന്ത്വനം തികയാതെ വന്ന വേളയിൽ പോകട്ടെ എന്ന് പറഞ്ഞ് കൂപ്പിയ കൈകൾ പിടിച്ച് നിറകണ്ണുകളോടെ ആ കുരുന്നുകളും പുറത്തേക്ക് നടന്നു. ഇടവും വലവും നിന്നവർ അദ്ദേഹത്തെ അനുഗമിച്ചു. അതിനിടയിൽ അവരോട് ഒരിക്കൽ കൂടി പറഞ്ഞു, നല്ലതുപോലെ പഠിക്കണം, എല്ലാവരും കൂടെയുണ്ട് എന്ന് കാരണഭൂതം പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദേശാഭിമാനി കാരണഭൂതത്തെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നുണ്ട്. കാരണഭൂതമാണ് കേരളത്തിലെ എല്ലാ പിഞ്ചുമക്കളുടെയും കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും കരുതൽ. കാരണഭൂതത്തിനാണ്. എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കൂ, എത്രയും പെട്ടെന്ന് സതീശനെ നിങ്ങൾ ഒഴിവാക്കൂ. എന്ത് ചെയ്യാനാണ്? ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരണമെങ്കിൽ ഇനിയും കഴിയണ്ടേ 4.5 കൊല്ലം. കാത്തിരിക്കാം നമുക്ക് കേട്ടോ.